വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ കാല് തൊട്ട് വന്നിപ്പിക്കുക. അവർ വന്നിക്കുന്നതായിരിക്കും, പക്ഷേ ഇത് വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമൊന്നും. സുരേഷ് ഗോപി എന്ന ആനയ്ക്കുള്ള തോട്ടിയുള്ള പാപ്പാന്മാരൊന്നും തൃശ്ശൂരില്ല. ജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ BJP വലിയ തലവേദനയും പാരയാവും. കാരണം പുള്ളി തന്നെ പിന്നെ BJP ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, പുള്ളി സംഘടനയൊന്നും മൈൻഡ് ചെയ്യത്തില്ല. റിയാസിൻ്റെ വഴികൾ എളുപ്പമാക്കാനാണ് ശൈലജ ടീച്ചറെയും കെ രാധാകൃഷ്ണനെയൊക്കെ പാർലമെന്റിലോട്ട് മത്സരിപ്പിച്ച് ഇവിടുന്ന് വിടുന്നത്. സുരേഷ് ഗോപിയോടെ ജയിച്ചാൽ അതിന് പ്രധാന കാരണം പിണറായി വിജയൻ. കോൺഗ്രസ്സുകാർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോസ്റ്റർ അടിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ അടിച്ച് ഒരു ഒട്ടിക്കുക. മോദിയുടെ അടുത്ത് ഒരു കസവും മുണ്ടൊക്കെ കൊണ്ടുപോയി കൊടുത്ത് സോപ്പിട്ടിട്ട് മണിയടിച്ചിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. ആളുഭാവം ഒക്കെ പറഞ്ഞല്ലോ, രാജ്യസഭ അതിന് പ്രതിപകാരമായിട്ടാണ് രാജ്യസഭാംഗത്വം 6 വർഷം കിട്ടിയത്. സുരേഷ് ഗോപി ജയിക്കും എന്ന ട്രെൻഡായിരുന്നു. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജയിച്ചിരിക്കുക. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ 10 ലോക്സഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം മുതൽ ചാലക്കുടി വരെയുള്ള 10 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇലക്ഷന് ശേഷമുള്ള സാധ്യതകൾ, വിജയ സാധ്യതകളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് തുടരുകയാണ് തൃശ്ശൂർ മുതൽ മലപ്പുറം വരെയുള്ള 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴുള്ള വിജയ സാധ്യതകളും അവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങളുമാണ് നമ്മൾ വിലയിരുത്തുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് രാജൻ ജോസഫാണ്. രാജേട്ടാ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുതൽ ചാലക്കുടി വരെയുള്ള 10 ലോക്സഭാ മണ്ഡലങ്ങളാണ് വിലയിരുത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് തൃശ്ശൂർ മുതൽ മലപ്പുറം വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ആർക്കാണ് സാധ്യത? ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട് ഇതിനകത്ത്. അതിലൊന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ പുറത്തു വന്നപ്പം NDAക്ക് 1 തൊട്ട് 3 വരെ സീറ്റ് എന്ന് പറയുന്നു. ഒരു സീറ്റ് മാത്രം പറയുന്ന സർവേ റിപ്പോർട്ടുകളുണ്ട്. അതിൽ പോലും തൃശ്ശൂർ പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും BJPക്ക് ഒരു സീറ്റ് പറയുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു സീറ്റ് മാത്രം പറയുന്നുണ്ട്. അത് പറയുമ്പോഴും തിരുവനന്തപുരം അല്ല പറയുന്നത്. തിരുവനന്തപുരം ഉറപ്പിച്ച് നിൽക്കുന്നത് പൊതുവേ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ. പക്ഷേ തൃശ്ശൂർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം തൃശ്ശൂരിൽ പ്രബലരായ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ തൃശ്ശൂരിങ് എടുക്കുക എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അന്ന് എടുത്താൽ പൊന്തിയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഒന്നാം തൃശ്ശൂർ നിയമസഭാ മണ്ഡലം മാത്രം എടുത്തു നോക്കാൻ നേടി, അതും നടന്നില്ല. അങ്ങനെ വന്ന സമയത്ത് കാരണം രണ്ടിടത്തും അദ്ദേഹം വിജയിക്കുന്നുള്ള ട്രെൻഡ് ഉണ്ടാക്കിയായിരുന്നു. ക്ലാസ് മണ്ഡലമായിട്ട് തൃശ്ശൂരിനെ മാറ്റാൻ കഴിഞ്ഞ തവണത്തെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാർക്ക് ഏറെ താല്പര്യമുള്ള ഒരാളാണ് സുരേഷ് ഗോപി. ആൾ പാവമാണ്, ശുദ്ധനാണ്, കിട്ടുന്ന പൈസയുടെ ഒരു ഓഹരി പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഒക്കെയാണ്. പക്ഷേ ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ആവർത്തിച്ച് പല ചാനലുകളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഭരത്ചന്ദ്രൻ IPSൻ്റെ ഹാങ് ഓവറിൽ നിന്ന് അദ്ദേഹം വിമുക്തനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ അബദ്ധങ്ങളും അല്പതരങ്ങളും വിവരക്കേടുകളൊക്കെ. ഒന്നാമത് പുള്ളി പൊളിറ്റീഷ്യൻ അല്ല, സിനിമാ നടനാണ്. നടൻ എന്നത് സിനിമയിൽ അഭിനയിച്ചാൽ മതി, പുറത്തിറങ്ങുമ്പോൾ അഭിനയിക്കരുത്. ഇവിടെ സിനിമാ നടന്മാർ ഒത്തിരി പേര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലേ. മുകേഷ് 2 തവണ MLA ആയി. ഗണേഷ് കുമാർ ഇപ്പോൾ 4-5 തവണ മത്സരിച്ച് വിജയിച്ചു MLA ആവുന്നു. പണ്ട് മുരളി വർഷം മത്സരിച്ച് തോറ്റുപോയി ആലപ്പുഴയിൽ. നമ്മുടെ ജഗദീഷ് മത്സരിച്ച് തോറ്റുപോയി. ഭീമൻ്റെ കോപ്രായം കാണിച്ച് എന്തൊക്കെ ചെയ്യുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ല. പിണറായി അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ പിണറായിയുടെ തന്തയ്ക്ക് വിളിക്കാതിരുന്നാൽ മതി, എത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അച്ഛനാതാ പറയുന്നത്, അച്ഛന് തുല്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. ധർമ്മജം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവമുണ്ട്. പക്ഷേ ഇന്നസെൻറ്റ് മത്സരിച്ച് വിജയിച്ചു, പിന്നീട് ഇന്നസെൻറ്റ് പരാജയപ്പെടുന്നു. അപ്പോൾ സിനിമ എന്നുള്ള ഒരു സംഭവം, അതിനകത്ത് നാട്യങ്ങൾ ഇവിടേക്ക് ഇറക്കാൻ പാടില്ലായിരുന്നു. അതിനകത്ത് പുള്ളിക്ക് വലിയ പാളിച്ച പറ്റി. 2, സംസ്ഥാന BJP നേതൃത്വം പറയുന്നൊന്നും കേൾക്കില്ല പുള്ളി. ജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ BJPക്ക് വലിയ തലവേദനയും പാരയാവും. കാരണം പുള്ളി തന്നെ പിന്നെ BJP ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, പുള്ളി സംഘടനയൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഞാൻ മോദിയുടെ അമിത്ഷായുടെ ആൾ അവർ പറഞ്ഞിട്ട് വന്നത്. കാരണം മോദി 2014 മത്സരിക്കുന്ന സമയത്ത് പുള്ളി മോദിയുടെ അടുത്ത് ഒരു കസവും മുണ്ടൊക്കെ കൊണ്ടുപോയി കൊടുത്ത് സോപ്പിട്ടിട്ട് മണിയടിച്ചിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. ആളുഭാവം ഒക്കെ പറഞ്ഞല്ലോ, രാജ്യസഭ അതിന് പ്രതിപകാരമായിട്ടാണ് രാജ്യസഭാംഗത്വം 6 വർഷം കിട്ടിയത്. പക്ഷേ ഈ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ കാല് തൊട്ട് വന്നിപ്പിക്കുക. അവർ വന്നിക്കുന്നതായിരിക്കും, പക്ഷേ ഇത് വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള കുറേ അല്പതരങ്ങൾ കാണിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഭയങ്കര നാട്യങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ പറയുക. ഇങ്ങനെയും നല്ലല്ലോ. ഇപ്പോൾ ഈ പുള്ളി വീട്ടിലെങ്ങനെ പെരുമാറുന്നുള്ള വിഷയമുണ്ട്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുമെങ്കിലും BJPയുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പേർക്ക് അമർഷമുണ്ട്. മാത്രമല്ല ജില്ലാ പ്രസിഡന്റ് ഹരി ഉൾപ്പെടെയുള്ള അനീഷ് ഉൾപ്പെടെയുള്ള 4 പേരുടെ കോക്കസാണ് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം അവിടെ ഒരു വലിയ സിമൻറ്റ് വ്യാപാരിയുടെ ഒരു ലക്ഷറി ആയിട്ടുള്ള വീട്ടിലാണ് താമസിച്ച് അവിടുത്തെ ക്യാമ്പ് ഓഫീസ്. കുറച്ചുകൂടെയൊക്കെ സാധാരണക്കാരുമായിട്ട് ഇടപഴകി പോകുന്ന രീതി വേണമായിരുന്നു. പിന്നെ ബൂത്തിൽ ചെന്നപ്പോൾ അവിടെ ആൾക്കാരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, വോട്ടർമാരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾ വെയിലത്ത് ഈ 40 ഡിഗ്രി സെൽഷ്യസിൽ പണിയെടുക്കുന്ന നാട്ടിൻപുറത്തെ ബൂത്തിലുള്ള അടിത്തട്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരോട് പറയാം, കൊച്ചു പിള്ളേർ പണിക്ക് പോകുന്ന പോലെ, ഞാനെന്നാൽ നാളെ തൊട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് രാജീവിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ അബദ്ധങ്ങൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി തന്നെ അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒരു ആദിവാസി കേന്ദ്രത്തിലാണ് അദ്ദേഹം വോട്ട് തേടി പോകുന്നത്. അപ്പോൾ അവിടെ ആദിവാസികൾക്കിടയിൽ ആധാർ പോലും ഇല്ലാത്ത ആളുകളെ കണ്ടു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം അവിടുത്തെ ബൂത്ത് ഭാരവാഹികളെ അടക്കം ശകാരിച്ചതെന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം പിന്നീട് നടത്തി.
തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ നാടാണ്, ആനകളുടെ നാടാണ്. സുരേഷ് ഗോപി എന്ന ആനയ്ക്കുള്ള തോട്ടിയുള്ള പാപ്പാന്മാരൊന്നും തൃശ്ശൂരില്ല തോന്നുക. പിന്നെ അഭിഷേക്, പിന്നെ സുരേഷ് ഗോപി ജയിച്ചാൽ ഇത്തരം പിന്നെ ഗിമ്മിക്കുകളൊക്കെ ഇവിടെ ചിലവാകും, തമിഴ്നാട്ടിൽ ചിലവാകുന്ന പോലെ എന്നുള്ള ഒരു സന്ദേശമാണ് വരിക. സുരേഷ് ഗോപി പിന്നെ നല്ല മനുഷ്യനാണെന്നും കണ്ട് ഇപ്പോൾ മദർ തെരേസ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മദർ തെരേസ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ശോഭിച്ചോണമെന്നില്ല. അപ്പോൾ അങ്ങനൊന്നും അല്ല ഇതിൻ്റെ സ്ഥിതി. അതിനകത്തൊരു പൊളിറ്റിക്സ് ബ്ലഡിൽ ഉണ്ടാവണം. അത് പിന്നെ പൊളിറ്റീഷ്യൻ ആവണമെന്നൊന്നുമില്ല, ഒരു ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് സിവിൽ സർവീസ് കൊണ്ടുവന്നു, എസ് ജയശങ്കറിനെ ഫോറിൻ സർവീസ് കൊണ്ടുവന്നു, ആളെ ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നത് മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതുമായി പൊരുത്തപ്പെട്ട് പോകണം. ഈ കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും ഒക്കെ ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ കാപട്യമില്ലാത്തതാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ. ഈ കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്നത് കാപ്പട്യമല്ലേ? ഈ കാട്ടിക്കൂട്ടലും ഈ ഷോ ഓഫ് എന്ന് പറയുന്നത് കാപ്പട്യത്തിൻ്റെ വേറെ തരമാണ്. അഴിമതിയില്ല എന്ന് പറയാം, അഴിമതിയില്ല, അക്രമരാഷ്ട്രീയത്തിനെതിരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സുരേഷ് ഗോപി ജയിക്കും എന്ന ട്രെൻഡായിരുന്നു. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി ജയിച്ചു നിൽക്കുക. പ്രതാപൻ തോക്കൊന്ന് ഉറപ്പിച്ച് നിൽക്കുക. കാരണം പ്രതാപൻ ഇതിനേക്കാളും വലിയ കോപ്രായക്കാരനാണ്. പ്രതാപൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു പിന്നെ നിർഗുണപരനുമാണ്. താന് കയ്യിലിരിപ്പ് വളരെ മോശമാണ്. വെറും ആരോടും പ്രാരാബ്ദമൊക്കെ പറഞ്ഞു നടക്കും. യോഗി ആദിത്യനാഥിന് മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ട. ലോക്സഭയിൽ പോയിട്ട് നരേന്ദ്രമോദിയെ പ്രതിരോധിക്കുന്ന ഞാനാന്ന് പറയാം. എന്നിട്ട് യോഗി ആദിത്യനാഥിൻ്റെ ലക്നൌവിൽ പോയിട്ട് പുള്ളിയെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇയാളെ അറിയത്തോലുമില്ല. പുള്ളി പാർലമെൻറ്റിൽ ഗോരഖ്പൂരിൽ നിന്നിരുന്ന ആളാണ്. ഇവിടുത്തെ MP ആണെന്നൊക്കെ പിന്നെ യൂസഫലി പറഞ്ഞു MP ആണെങ്കിലും ഇങ്ങനെ പെട്ടി ചുമന്ന് നടക്കുന്ന ആളാണെന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെ ഒരു കാര്യസ്ഥലം വൃത്തിനെ പോലെയാണ് കൂടെ നടക്കുന്നത്. എന്നിട്ട് നടുവും വളച്ചിങ്ങനെ നിന്നിട്ട് മലയാളികൾക്ക് നാണക്കേട്. അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് പ്രതാപൻ. എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്നാൽ തോക്കും. കാരണം കയ്യിരിപ്പിൻ്റെ ഗുണം കൊണ്ട് നാട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലായെന്നറിയാം. പ്രതാപൻ കാരണമാണ് പത്മജ പാർട്ടി വിട്ടു പോയത്, കോൺഗ്രസ് വിട്ടു പോയത്, BJP-യിലേക്ക്. ഞാൻ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തീവ്രവാദ മുസ്ലിം സംഘടനകളോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുകയും അവരെ നന്നായിട്ട് അവരുടെ വേദികളിൽ നിരന്തരമായിട്ട് BT പ്രതാപനെ പോലെ തന്നെ അങ്ങനെ പോവുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതാപൻ്റെ അവസ്ഥ മോശമായിരുന്നപ്പോഴാണ് മുരളി വരുന്നത്. മുരളി വന്നിട്ടൊന്നും കാര്യമില്ല. മുരളി അവിടെ 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാണ്. കാരണം കാലങ്ങളായി പ്രതാപന് കിട്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ പോലും സുനിൽകുമാറിന് പിടിക്കാൻ പറ്റും. സുനിൽകുമാർ പൊതു സ്വീകാര്യനാണ്. അങ്ങനെ ജാതിമത പരിഗണനകൾക്കപ്പുറത്ത് നല്ല മന്ത്രിയായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരൻ, മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ പിന്നെ പ്രതാപന് കിട്ടിയിരുന്ന വോട്ടുകൾ സുനിൽകുമാറിലേക്ക് തിരിച്ചു വന്നാൽ സുനിൽകുമാറിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണ്ടിരുന്നത്. കാരണം സുനിൽകുമാറിനോട് പിന്നെ CPM-നോടുള്ള പിണറായി വിജയനോടുള്ള വിരോധവും CPM-നോടുള്ള വിരോധവും CPI സ്ഥാനാർത്ഥികളോട് അത്ര വല്ലാതെ ബാധിക്കത്തില്ല. അവർ കുറച്ചുകൂടി ഫാർ ബെറ്ററാണ്, ആളുകൾക്കിടയിൽ ഫാർ ബെറ്ററാണ്. അവർക്ക് അഹങ്കാരവും ധാർഷ്ട്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗുണം അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കണക്കൂട്ടിയത്. അപ്പം സുനിൽകുമാർ ജയിക്കും എന്നൊരു നിലപാടിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് മറ്റേ പ്രശ്നം ഉണ്ടാകുന്ന തൃശ്ശൂർ പൂരം. ഇപ്പോൾ നല്ലൊരു പൂരപ്രേമിയാണ് സുനിൽകുമാർ, അതിലും സംശയമില്ല. പക്ഷേ തൃശ്ശൂർ പൂരത്തിൽ അത് അലങ്കോലപ്പെടുത്തിയത് അത് പിന്നെ ഇത് ഇന്നത്തെ കാലത്ത് ലേസർ പ്രയോഗങ്ങൾ വരെ നടത്തുന്ന കാലമാണ്. അപ്പോൾ ഈ പടക്കമെന്ന് പറയുന്നത് ഇതിരുന്ന് ഈ ശബ്ദം കേൾക്കാനല്ല പോകുന്നത്. ശബ്ദം കേൾക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട്. ഇത് ശബ്ദം കേൾക്കാനാണ് ആരെയും പോകുന്നത്. ഇത് അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് കേട്ടാൽ മതി. അവിടെ ഉള്ളൊരു പുറത്തിറങ്ങി വന്ന് കാണുന്നത് എന്തിനാ? അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ പോകുന്നത് എന്തിനാ? ഈ ആകാശത്തുള്ള ഈ ദൃശ്യവിസ്മയം കാണാനാണ് പോകുന്നത്. എന്നിട്ട് ഈ പകൽ കൊണ്ടുവന്നിട്ട് ഇത് പൊട്ടിച്ച് ഇമ്മാതിരി വിവരക്കേട് കേരളത്തിലെ പൂര ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം ഒരു വികാരമാണ്. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ സുനിൽകുമാറിനെ പിന്തള്ളി പിന്നെ സുരേഷ് ഗോപി വിജയിക്കും. അപ്പോൾ ഈ പത്മജയുടെ വരവ് ശരിക്കും ആർക്കാണ് ഗുണം ചെയ്യുക? പത്മജയുടെ വരവ് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ ഒരു തൊട്ടുകൂടായ്മ മാറ്റുകയും കോൺഗ്രസിനകത്തെ ചില കളികളെല്ലാം പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പം ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ മുരളി തോറ്റു കഴിഞ്ഞാൽ മുരളി വോട്ട് ചെയ്യും. മുരളി പിന്നെ ഇവിടെയുള്ള KC വേണുഗോപാലിൻ്റെയും VD സതീഷിൻ്റെ എല്ലാം തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യും. പ്രതാപനെ ശരിയാക്കി വിടുകയും ചെയ്യും. മുരളി നല്ല റൈവറിയുള്ള ആളാണ്. പ്രതാപൻ പിന്നെ ജന്മത്തിൽ അവിടെ നിയമസഭാ സീറ്റ് മത്സരിച്ചിട്ട് മന്ത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ. അതൊക്കെ പൊളിഞ്ഞു പോകും. അവിടെ എന്താണെന്ന് വെച്ചാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. വലിയ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം അതിൻ്റെ പീക്കിലേക്ക് ഇനി വീണ്ടും തിരിച്ചു പോകും എന്നുള്ള സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇമ്പാക്ട് എന്തോ 7 ഘട്ടം കഴിയുമ്പോൾ തൃശ്ശൂരിലൊരു എഡ്ജ് ആർക്കാണ്? തൃശ്ശൂരിലൊരു എഡ്ജ് ഞാൻ പറഞ്ഞല്ലോ, പൂരം എങ്ങനെ ബാധിച്ചു എന്നുള്ളത്. സുരേഷ് ഗോപി ജയിച്ചാൽ അത് പിന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെന്ന് പറയേണ്ടി വരും. വല്ല ധാരണയും കേന്ദ്രവുമായി ഇപ്പോൾ ED കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കപ്പെടേണ്ടി വരും അങ്ങനെ വന്നാൽ. കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ പിണറായി വിജയൻ കരാറെടുത്തോ എന്ന് സംശയിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ P. ശശി കരാറെടുത്തോ എന്നുള്ളത്. കാരണം പോലീസിനെ കൊണ്ട് കമ്മീഷണർ പോയിട്ട് തന്നെ തോന്നിയ ദിവസമല്ലേ കാണിച്ചേ. അതിന് മുമ്പത്തെ ചിത്രങ്ങൾ നമ്മുടെ അവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആ പെൺകുട്ടി പിന്നെ ഐശ്വര്യ ഡോഗ്രെ
പണ്ട് കുറച്ച് അബദ്ധങ്ങളൊക്കെ തുടക്കത്തിൽ കന്നിക്കാരിയുടെ ഭാഗമായിട്ട് കുറച്ച് ഷോ ഓഫൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് മെച്യൂർ ആയിട്ടുണ്ട്. അതിൻ്റെ മുഖത്തെ നിരാശാഭാവം കാണണം. കമ്മീഷണർ തൻ്റെ സുപ്പീരിയർ കാണിക്കുന്നത് തോന്നിയാസമാണെന്നുള്ള തിരിച്ചറിവ് പൂരപ്രേമികളുടെ വികാരത്തോടൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുക. യൂണിഫോം ഇട്ടുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇയാൾ പറയുന്ന പിന്നെ ഓർഡർ ഒബേ ചെയ്യാനേ പറ്റുള്ളൂ. അതേപോലെ തന്നെ യതീഷ് ചന്ദ്ര അവിടെ കമ്മീഷണറായിരിക്കുമ്പോൾ അതിന് മുമ്പത്തെ പൂരത്തിൽ പൂരപ്രേമികളുടെ കൂടെ ഉല്ലസിക്കുന്നത് വീഡിയോയും കൂടെ പ്രചരിച്ചു. ഇതിനകത്ത് പിന്നെ ആ രീതിയിലുള്ള വല്ല അന്തർധാരയും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും സുരേഷ് ഗോപിയോടെ ജയിച്ച അതിന് പ്രധാന കാരണം പിണറായി വിജയനാണ് ജയിപ്പിച്ചു കൊടുത്തത്. പണ്ട് പ്രേമേന്ദ്രനെ കൊല്ലത്ത് 2014 ജയിപ്പിച്ചതുപോലെ. അപ്പോൾ അടുത്ത ലോക്സഭാ മണ്ഡലം ആലത്തൂരാണ്. ആലത്തൂരിൽ ഒരു CPM-നെതിരെ ഒരു ശക്തമായ വികാരമുണർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ BJPക്ക് സാധിച്ചു, TN സരസു. അതെ. അപ്പോൾ രമ്യ ഹരിദാസ് എന്ന സിറ്റിംഗ് MP, അതോടൊപ്പം അവിടെ മത്സരിക്കുന്നത് K രാധാകൃഷ്ണൻ, കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അവിടെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ആർക്കാണ് സാധ്യത? ആലത്തൂർ മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വടക്കാഞ്ചേരിയുണ്ട്, കുന്നംകുളമുണ്ട്, ചേലക്കരയുണ്ട്. ചേലക്കരയുടെ നിലവിലുള്ള MLA ആണ് പിന്നെ K രാധാകൃഷ്ണൻ. 96 32ാമത്തെ വയസ്സിൽ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം കേരളവർമ്മ കോളേജിൽ SFI പ്രവർത്തനത്തിലൂടെ കടന്നു വന്നതാണ്. അടിസ്ഥാന വർഗത്തിൽപ്പെട്ടാണ്, കർഷക തൊഴിലാളി കുടുംബത്തിലുള്ളതാണ്, അവിവാഹിതനാണ്, മാന്യനായ രാഷ്ട്രീയക്കാരനാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കരുവന്നൂരെ തട്ടിപ്പെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പങ്കാളിത്തമില്ല. ഈ PK ബിജു എന്ന് പറഞ്ഞ പിന്നെ അപ്പം മാഷിൻ്റെ പ്രിയപ്പെട്ടവനും പിന്നെ അതേപോലെ തന്നെ AC മൊയ്തീൻ എന്ന് പറയുന്ന കാരണകുന്നൻ്റെ പ്രിയപ്പെട്ടവനൊക്കെ ൻ്റെയൊക്കെ കാർമ്മികത്വത്തിലാണ് ഈ തോന്നിയാസങ്ങൾ മുഴുവൻ കരുവന്നൂരിൽ നടന്നത്. അപ്പോൾ കരുവന്നൂർ വിഷയം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതും പ്രതിഫലിക്കും കേട്ടോ. സുരേഷ് ഗോപി അവിടെ യാത്രയൊക്കെ നടത്തിയത് അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയിരിക്കും വിഷയം. അപ്പം കുന്നംകുളത്തൊക്കെ AC മൊയ്തീനോടെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട്. ഇനിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കത്തില്ല. AC മൊയ്തീൻ അതിനു മുമ്പ് 2004 വടക്കാഞ്ചേരിയിൽ പിന്നെ മുരളിയെ തോപ്പിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ. പക്ഷേ ഇതെല്ലാം തിരിച്ചടിയാണ്. ചേലക്കരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ് K രാധാകൃഷ്ണൻ. വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. കേരളത്തിൻ്റെ ഒരു ദളിത് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ആദ്യത്തെ വരേണ്ട ഒരാളാണ് K രാധാകൃഷ്ണൻ. റിയാസിൻ്റെ വഴികൾ എളുപ്പമാക്കാനാണ് ശൈലജ ടീച്ചറെയും K രാധാകൃഷ്ണനെയൊക്കെ പാർലമെൻറ്റിലോട്ട് മത്സരിപ്പിച്ച് ഇവിടുന്ന് വിടുന്നത്. K രാധാകൃഷ്ണൻ 96 വന്ന് നായനാർ മന്ത്രിസഭയിൽ 32ാമത്തെ വയസ്സിൽ മന്ത്രിയാവുന്നു. 2001 രണ്ടാമത് വിജയിക്കുന്നു. 2006 വീണ്ടും മത്സരിച്ച് വിജയിക്കുമ്പോൾ നിയമസഭാ സ്പീക്കറാവുന്നു VS മിനിസ്ട്രിയുടെ സമയത്ത്. 2011 വീണ്ടും വിജയിക്കുന്നു. 4 വട്ടം തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ച ശേഷം 2016 മത്സരിക്കുന്നില്ല. 2021 വീണ്ടും മത്സരിക്കുന്നു, വീണ്ടും മന്ത്രിയാവുന്നു. 3 വട്ടം ക്യാബിനറ്റ് പദവിയിലേക്ക് വരികയാണ്. ഇന്ന് വരെ ഒരു ദുഷ്പേര് കേൾപ്പിച്ചിട്ടില്ല. അവിവാഹിതനാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷേ ചേലക്കരക്കാർ പോലും അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നതിൽ പ്രതിഷേധമായിരിക്കും ഉണ്ടാകുക. അവർക്കുണ്ടല്ലോ നാളെ ഒരിക്കലും മുഖ്യമന്ത്രിയായിട്ട് കാണണം എന്നുള്ളത്. അതുകൊണ്ട് വോട്ട് ചെയ്യുമെന്നുള്ളതായിരുന്നു എനിക്ക് സംശയം. അവർക്ക് വേറെ MLA-ക്കാൾ കൂടുതൽ ഏറ്റവും ആക്സസ് കിട്ടുന്ന പിന്നെ രാധാകൃഷ്ണനെ നിലനിർത്തണം എന്ന് പിന്നെ ആയിരിക്കും അവർ ആഗ്രഹിക്കുക. പക്ഷേ രാധാകൃഷ്ണൻ CPM-ന് കിട്ടാവുന്ന, ആ മണ്ഡലത്തിലേക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റാണ്. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ 2 തവണ അവിടെ നിന്ന് വിജയിച്ച PK ബിജുവിൻ്റെ 9ലും 14ലും വിജയിച്ച PK ബിജുവിൻ്റെ പിന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അഹങ്കാരം കൊണ്ട് ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്ന് ഇങ്ങനെ നടക്കുക. ഞാനല്ല, ഈ അപ്പം മാഷെ കൂടെ കുറച്ചെണ്ണം ഉണ്ട്. പുത്തലത്ത് ദിനേശനും പിന്നെ PK ബിജു ഇങ്ങനെ ഗ്രൂപ്പിസോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദിനേശനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം മാഷ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സ്വരാജിനെ പിടിച്ചിട്ട് ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പുത്തലത്ത് ദിനേശനും PK ബിജുവിനും സ്വന്തമായി ഒരാളെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് കരിസ്മാറ്റിക് ലീഡേഴ്സാണ്. അപ്പം ഏറ്റവും കഴിഞ്ഞ തവണ PK ബിജുവിനോടുള്ള പ്രതിഷേധം CPM-കാർക്ക് തന്നെ വെറുത്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പെങ്ങളൂട്ടി ഇമേജിലൂടെ കുന്നംകുളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് വന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ വരുമ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പിന്നെ കൊല്ലത്ത് പ്രേമേന്ദ്രനെ പിണറായി വിജയിപ്പിച്ച പോലെ വിജയരാഘവൻ്റെ വക ഒരു പ്രസ്താവനയും കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ആ പെൺകുട്ടി കാണാൻ പോയി അതിൻ്റെ ഗതി എന്താവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ലൈംഗിക അധിക്ഷേപ പിന്നെ അശ്ലീലപരമായിട്ടുള്ള പരാമർശമാണ്, പരോക്ഷമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തി. അത് വലിയ പ്രചരണമായി. ഇല്ലെങ്കിലും ജയിച്ചു പോകുമായിരുന്നു രാഹുൽ തരംഗമായതുകൊണ്ട് ബിജുവിനോടുള്ള എതിർപ്പ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ വൃത്തിയോട് കൂടി കേട്ടപ്പോൾ നാട്ടുകാർ സാധാരണ പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ രമ്യ ബിജുവിൻ്റെ വേറെ പതിപ്പായിപ്പോയി, ഒരു ലേഡി പതിപ്പായിപ്പോയി. രമ്യ കോവിഡ് കാലത്ത് ബലറാമാണ് രമ്യയുടെ പിന്നെ ഗോഡ് ഫാദർ. ഇപ്പോൾ അവിടെ ബലറാം രമ്യയേക്കാൾ താഴെയുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് MLA മാത്രമായിരുന്നു, ഇപ്പോൾ MLA അല്ല. പക്ഷേ രമ്യ കൺട്രോൾ ചെയ്യുന്നത് ബലറാം. അതിൽ ജില്ലയ്ക്കകത്തുള്ള പാർട്ടി പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് എതിർപ്പുണ്ട്. പിന്നെ ഷാജൻസ്കറിയ വിഷയത്തിലൊക്കെ രമ്യ എടുത്ത സ്റ്റാൻഡിനോട് ലീഗുകാർക്ക് എതിർപ്പുണ്ട്. കുറച്ച് വോട്ടുകളെ അവർക്കുള്ളൂ, എന്നാൽ തന്നെയും അവർക്ക് എതിർപ്പുണ്ട്. അപ്പം പക്ഷേ അത് എന്തായാലും UDF-ന് സീറ്റ് കിട്ടട്ടെ എന്ന് എഴുതി സഹായിക്കും. പക്ഷേ K രാധാകൃഷ്ണൻ ബിജുവിനുള്ളതുപോലെ നെഗറ്റീവ് ഇമേജ് ഒന്നുമില്ല. അതിനിടയിൽ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ പ്രൊഫസർ TN സരസു വരുന്നത് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്നു. അവർ വിരമിക്കുന്ന ദിവസമാണ് ഈ SFIക്കാർ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങൊക്കെ നടത്തുന്നതൊക്കെ വെക്കുന്നത്. അത് പിന്നെ ഒരു വിഷയമായിട്ട് വരുന്നു. പ്രത്യേകിച്ച് ഏത് കോൺടെക്സ്റ്റ് എന്നുള്ളത് ആലോചിക്കണം. കൃഷ്ണകുമാർ ക്യാമ്പസിൽ ചെല്ലുമ്പം SFIക്കാർ തടയുന്നു, അലങ്കോലപ്പെടുത്തുന്നു.
സിദ്ധാർത്ഥൻ്റെ കൊലപാതകം, അതേപോലെ തന്നെ പിന്നെ സ്വന്തം മുന്നണിയിലുള്ള IASFൻ്റെ വനിതാ പ്രവർത്തകയോട് നിന്നെ ഞങ്ങൾ ഗർഭിണിയാക്കുമെന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പം ഈ SFIയുടെ അക്രമ രാഷ്ട്രീയം ചർച്ചയായിട്ടിരിക്കുന്ന കാലത്ത് അത് വീണ്ടും ഊതിക്കത്തിക്കാൻ പറ്റി. പക്ഷേ സരസ് നന്നായിട്ട് വോട്ട് പിടിക്കും. പ്രൊഫസർ TN സരസും നല്ല പിന്നെ എന്താ പറയുക, അവരുടെ ശിഷ്യഗണം അവിടെയുണ്ട്. പിന്നെ മാത്രമല്ല ഇതുവരെ ഉള്ള ചരിത്രത്തിൽ NDA അവിടെ നിർത്തിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പിന്നെ ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ രമ്യയ്ക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ പ്രതാപനെ പോലെയുള്ള തന്ത്രങ്ങൾ അറിയാം. ഈ 5 വർഷം കഴിഞ്ഞിട്ടപ്പോൾ വേലുള്ള ഇറങ്ങിയത്, ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്നോവയൊക്കെ മേടിച്ച് കറങ്ങാൻ തുടങ്ങി. ഒക്കെ പോട്ടെ, എല്ലാവരും മേടിക്കുന്നതാണ്. 5 വർഷമായിട്ട് ഇപ്പം ചെറിയ പ്രായത്തിലുള്ള ആൾ, ഇപ്പം പ്രായമായവർക്ക് പുതിയ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷും പോലും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 5 വർഷം സമയം കിട്ടി. ഇവിടെ ചായ അടിക്കാൻ വരുന്ന, പൊറോട്ട അടിക്കാൻ വരുന്ന നേപ്പാളിയും ബീഹാറിയും എല്ലാം ഒരു വർഷം കൊണ്ട് മലയാളം പഠിച്ചിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് നമ്മൾ അവരോട് ബൈ എക് ചായ് ദിയോ പോലെയകത്തോ, ചായക്കകത്ത് പഞ്ചസാര ഇടണോ ചേട്ടാ അതോ മധുരം ഇല്ലാത്തോ മതിയോ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുന്ന നമ്മളെക്കാൾ ശുദ്ധ മലയാളത്തിൽ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ 5 വർഷം എന്തിനവിടെ പോയെന്നറിയത്തില്ല. നമ്മളെ പിന്നെ M.M. മണിയാശാൻ്റെ ഭാഷ പറഞ്ഞാൽ എന്നാ ഉണ്ടാക്കാനാണ് പോയെന്നറിയത്തില്ല. ഈ ഹിന്ദിയിലുള്ള ചില വീഡിയോ ആണ് ഇംഗ്ലീഷിൽ എടുത്ത് പറയുന്ന കാണും. എന്ത് പ്രായമുള്ളവർ പോയി കഴിഞ്ഞാൽ ഓക്കെ. 4ാം ക്ലാസ് വരെ പഠിച്ച VS അച്യുതാനന്ദൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. കരുണാകരൻ പിന്നെ സ്കൂളിങ്ങേ ഉള്ളൂ, അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. പിന്നെ ക്രമേണ അനുഭവങ്ങളിലൂടെ, സമ്പർക്കങ്ങളിലൂടെ, പിന്നെ പഠിക്കാനുള്ളൊരു ത്വരയിലൂടെയൊക്കെ മനസ്സിലാക്കുന്നതാണ്. പാർലമെൻറ്റിലെ പ്രസംഗം, നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗം, അമിത്ഷാ നടത്തുന്ന പ്രസംഗം എന്താണെന്ന് മനസ്സിലാവത്തില്ല. TN പ്രതാപനും മറ്റേ ഇവരും കൂടെ ഒക്കെ ഒച്ച ഉണ്ടാക്കുന്ന കാണുമ്പം, കൊടുക്കുന്നതിനും കൂടെ ഒച്ച ഉണ്ടാക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഇവളും കിടന്ന് ഒച്ച ഉണ്ടാക്കും. ഇതാണ് നടക്കുന്നത്. ഇത് പറഞ്ഞെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ CPM-നകത്തൊരു കഥയുണ്ട്. CPM-നകത്ത് സാധാരണഗതിയിൽ ഈ പിന്നെ ഈ സമ്മേളനങ്ങളിൽ ഈ ഗ്രൂപ്പ് ചർച്ച നടത്തിയിട്ട് പൊതുചർച്ചയിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഗ്രൂപ്പ്, ബംഗാളിലുള്ള ഗ്രൂപ്പ്, ത്രിപുരയിലുള്ള ഗ്രൂപ്പ്, വിവിധ സംസ്ഥാനങ്ങളിലുള്ള അവർ ഗ്രൂപ്പ് ഡെലിഗേഷൻ ഇരുന്നിട്ട് ചർച്ച നടത്തിയിട്ട് അതിൽ നിന്ന് 1-2 പ്രതിനിധികൾ ഇവരുടെ ചർച്ചയുടെ കണ്ടൻറ്റ് ഇംഗ്ലീഷിൽ അവിടെ പ്രസൻറ്റ് ചെയ്യും. ഇവിടുത്തെ ഗ്രൂപ്പ് ഡെലിഗേഷൻ്റെ ചർച്ച അത് മാതൃഭാഷയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോയാലൊക്കെ കേരളത്തിൽ നിന്ന് പോയ ചില പ്രതിനിധികൾ പിന്നെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ചർച്ച ചെയ്തപ്പം കേരളത്തെ വിമർശിച്ചുകൊണ്ട്, കേരളത്തിലെ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് അവർ പറഞ്ഞു കേരള പാർട്ടി ഈസ് അറ്റ് റോങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേരള CPM എന്ന് കേട്ടപ്പോൾ ഇവർ കരുതിയ കേരളത്തിലെ പാർട്ടിയെക്കുറിച്ച് എന്തോ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ഭയങ്കര പിന്നെ എന്താ പറയുക രോമാഞ്ച കുഞ്ചിതരായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. ഇവർ പിന്നെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി നല്ലൊരു പാർലമെൻറ്റേറിയൻ ആണെന്ന് ഞാൻ അമിത്ഷാ പറഞ്ഞാലും വേണമെങ്കിൽ ഇവർ കൂക്കി വിളിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവത്തില്ല. രാഹുൽ ഗാന്ധിയുടെ പേരെ പറയത്തുള്ളൂ, രാഹുൽ ഗാന്ധിയെ ചീത്ത പറഞ്ഞാന്ന് കരുതും. ഈ രീതിയിലുള്ള അല്പത്തരങ്ങളുണ്ട്. കോവിഡ് കാലത്ത് പിന്നെ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചത്, അത് ചിത്രീകരിച്ച് ചെറുപ്പക്കാരൻ തന്നെ തട്ടിക്കയറിയത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ചേലക്കരയിൽ എന്ന് പറയുമ്പം ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് വോട്ട് കൂടുതൽ NDA പിടിക്കും. BJPക്ക് കോൺഗ്രസും CPM തമ്മിലാണ്. അല്ല, BJP അത് മാത്രമല്ല, NDAക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഇപ്പോൾ ആറ്റിങ്ങൽ, പാലക്കാട്, പിന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളുടെ സ്ഥിതിയല്ല ഇവിടെയുള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും വിജയസാധ്യതയില്ല. അപ്പോൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉള്ള ട്രെൻഡ് ഉണ്ടാവും. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം അതുണ്ടാവും. അതായത് എന്തായാലും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിലും അടുത്ത് നിൽക്കുക. അപ്പം നമുക്ക് എന്തായാലും വിജയസാധ്യതയില്ല എന്ന് കരുതിയിട്ട് ഈ ചങ്ങായിയുടെ പാർട്ടി ജയിക്കേണ്ട എന്ന് കരുതിയിട്ട് രാധാകൃഷ്ണനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, രാധാകൃഷ്ണൻ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്, യാതൊരു സംശയവും വേണ്ട അവിടെ. കാരണം അങ്ങേരോടുള്ള വെറുപ്പുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത് എന്നുള്ളതേ വരുത്തുള്ളൂ. അപ്പോൾ നല്ല മത്സരമാണ്. ഈ പിന്നെ രമ്യ അത്യാവശ്യം വിളവൊക്കെ പഠിച്ചതാണ്. നാടൻപാട്ട് ഐഡിയ സ്റ്റാർ സിംഗറിലാണ് കൊണ്ടേ ഇരുത്തേണ്ടത്. പാർലമെൻറ്റിൽ പോയിട്ട് ഒന്നിനും കൊള്ളത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വല്ല നാടൻപാട്ട് ട്രൂപ്പ് എന്താണ് പ്രസീത ചാലക്കുടി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ടീമിലൊക്കെ എടുക്കാൻ പറ്റിയ കക്ഷിയുമാണ്, അതിനൊക്കെ ഫിറ്റുമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരു പാട്ട് പാടുന്നതിലൊക്കെ എനിക്കിഷ്ടം, നല്ല പാട്ടോ നന്നായിട്ട് പാടുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുമ്പോഴത്തേക്ക് ഓടിച്ചിരുന്നു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. ഇത് രാധാകൃഷ്ണൻ അതിന് ചില പരിമിതികളുണ്ട്. രാധാകൃഷ്ണൻ 10-60 വയസ്സായ ആളാണ്. അയാൾക്ക് ഇപ്പോൾ 45 വയസ്സുള്ള സ്ത്രീയെ പോയിട്ട് അങ്ങനെ ആലിംഗനം ചെയ്യുന്നതിലോ ഒന്നും കുഴപ്പമില്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് അത് വേറെ സെൻസിലെടുക്കും. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ഒരു പിന്നെ മാധ്യമപ്രവർത്തകരുടെ തോളയിലൊന്ന് തട്ടി സംസാരിച്ചപ്പോഴത്തേക്ക്, കയ്യിലോ തോളയിലും കണ്ട് തട്ടി സംസാരിച്ചപ്പോഴത്തേക്ക് അത് അയാളുടെ മോളെ കല്യാണപ്പെടുത്തി കഴിഞ്ഞതാണ്. അതൊരു സ്നേഹത്തിലുള്ള നമ്മളൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേരെ കൂടെ നമ്മൾ തോളെ കൈയിടുകയും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ തട്ടുകയൊക്കെ ചെയ്യുന്നതല്ലേ. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പെൺപിള്ളേരാണെന്നോ ആൺപിള്ളേരാണെന്നോ നോക്കിയിട്ടാണോ. അപ്പം നമ്മുടെ സബർഡിനേറ്റ്സിനോടോ ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പെരുമാറിയിട്ടുള്ളത് അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരോടും.
ആ രീതിയിൽ ഇയാളൊരു പിതൃതുല്യമായ വാത്സല്യത്തോടെ ചെറിയ പെൺകുട്ടി പിന്നെ മീഡിയ പ്രവർത്തകയായപ്പോൾ പിന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞു. ഇത് പറഞ്ഞതിന് ആക്ഷേപം ഉന്നയിച്ചു. അപ്പോൾ കെ രാധാകൃഷ്ണൻ പോയിട്ടാണെങ്കിൽ സ്ത്രീകളെടുത്ത് തോളെ പിന്നെ വേണ്ട ക്ഷയിക്കാനും കൊടുക്കുക പോലും ചെയ്താലും പോലും നാട്ടുംപുറമാണ് ഇവർ വേറെ രീതിയിൽ ആരോപിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. അതിൻ്റെ ഗുണഭോക്താവാണ് രമ്യ ഹരിദാസ്. നല്ല ടൈറ്റ് ഫൈറ്റാണ്. ചേലക്കരയിൽ രാധാകൃഷ്ണൻ ജയിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം, പിന്നെ BJPക്ക് സാധ്യതയില്ലാത്ത മണ്ഡലം എന്ന രീതിയിൽ BJPയുടെ ആളുകൾ തന്നെ കുറേ പേരൊക്കെ എന്തായാലും CPM വരണ്ട, രണ്ടു കൂട്ടർ ജയിച്ചാലും ഇന്ത്യ സഖ്യമാണല്ലോ വരുന്നത്, ഇവർ ജയിച്ചാലും കോൺഗ്രസിന് കൂടെ നിൽക്കുക, പക്ഷേ എന്തായാലും വേണ്ടില്ല CPM വരണ്ട എന്നുള്ള തോന്നലിലേക്ക് നിൽക്കും. കാരണം കോൺഗ്രസ് പിന്നെ മുക്ത ഭാരതം എന്ന ദേശീയ തരത്തിലുള്ള സങ്കല്പത്തിൽ നിന്ന് വിരുദ്ധമാണ് കേരളത്തിലെ അവസ്ഥ. ഇവിടെ സഫർ ചെയ്യുന്നത് ഈ കാരണഭൂതനെ കൊണ്ട് കുടുങ്ങിയിരിക്കുക ആൾക്കാർ. ഈ അഴിമതി, ബാക്കിയുള്ളതും അക്രമം, പിന്നെ കൊലപാതകം, ബോംബുണ്ടാക്കൽ, ഈ പരിപാടി. അപ്പോൾ അതൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല മത്സരമാണ്. ഞാൻ വിശ്വസിക്കുന്നത് കെ രാധാകൃഷ്ണൻ വിജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ രമ്യ ഹരിദാസിന് തന്നെ ചെറിയ എഡ്ജ് ഞാൻ കൂടുതൽ കാണുന്നത്. അടുത്ത മണ്ഡലം പാലക്കാടാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും കഴിഞ്ഞാൽ BJPക്ക് അല്പമെങ്കിലും ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റി BJPക്ക് കിട്ടുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അതെ, കൃഷ്ണകുമാർ പിന്നെ 2016 തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പലിനെതിരെ മത്സരിച്ചാൽ വിജയിക്കുമായിരുന്നു എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ശോഭയായതുകൊണ്ടാണ് തോറ്റുപോയത്. കൃഷ്ണകുമാറാണെങ്കിൽ നന്നായിട്ട് വോട്ട് സമാഹരിക്കാൻ കഴിയും. എന്നിട്ട് പോലും 2011 തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായിട്ട് മലമ്പുഴ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദന് കേവലം 4000 വോട്ട് ഭൂരിപക്ഷം മാത്രം നൽകിയ 2001 ആ മണ്ഡലത്തിൽ പിന്നെ കൃഷ്ണകുമാർ വോട്ട് നിൽക്കുന്നു. KSന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള VS ജോയിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിയിട്ട് 2ാം സ്ഥാനത്തേക്ക് കയറി വരുന്നു. 2021 2ാം സ്ഥാനം ആവർത്തിക്കുന്നു. ആ മണ്ഡലത്തിൽ A ക്ലാസ് നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയെടുത്ത് കൃഷ്ണകുമാർ നന്നായിട്ട് വോട്ട് പിടിക്കാൻ പറ്റുന്ന ആളാണ്. നമ്മുടെ ചാക്ക് രാധാകൃഷ്ണൻ്റെയൊക്കെ നല്ല അടുത്ത സൗഹൃദങ്ങളിൽ പെട്ട ഒരാളാണ് കൃഷ്ണകുമാർ. അപ്പം പിന്നെ ഫണ്ടിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചാക്ക് രാധാകൃഷ്ണൻ എല്ലാ പാർട്ടിയിലും ആൾക്കാരുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ കോടിയേരി ഒന്നും മാത്രമല്ല. പിന്നെ പുള്ളിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ, BJPയിൽ ഏറ്റവും കൂടുതൽ പുള്ളിയുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ നന്നായിട്ട് വോട്ട് പിടിക്കും. 3 ലക്ഷം വോട്ട് എന്തായിരുന്നാലും പിടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പണ്ട് ഉദയഭാസ്കറിനെ കൊണ്ട് നിർത്തിയപ്പോൾ പോലും നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുള്ള അദ്വാനിയുടെയൊക്കെ സമയത്ത് തന്നെ. അങ്ങനെ തന്നെ പാലക്കാട് കാലങ്ങളായിട്ട് അവർക്കൊരു നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ 89 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് പിന്നെ അന്നത്തെ DCC പ്രസിഡന്റും അവിടുത്തെ MPയുമായിരുന്ന കോൺഗ്രസിൻ്റെ MPയുമായിരുന്ന BS വിജയരാഘവനെ പരാജയപ്പെടുത്തി SFIയുടെ ദേശീയ അധ്യക്ഷനാകുമ്പോഴാണ് A വിജയരാഘവനോടൊന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. 91 വീണ്ടും അദ്ദേഹം BS വിജയരാഘവനോട് പരാജയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നു. പിന്നെ അദ്ദേഹം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2014 മത്സരിച്ചു, പരാജയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം മന്ത്രിയാണ്. അപ്പം സംഘടനയ്ക്കകത്ത് വിജയരാഘവനോടൊരു ആൾക്കാർക്ക് എതിർപ്പുണ്ട്. മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിലൊക്കെ ഉള്ള പാർട്ടി പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ കുറഞ്ഞ മാർജിനിലാണ് ജയിച്ചത്. MP രാജേഷും ശ്രീകണ്ഠനും പക്ഷേ മാന്യമായ മത്സരമായിരുന്നു. അവർ തമ്മിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നുമില്ല. എപ്പോഴും കുടുംബസമേതം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബലറാമിനെ ഞാൻ തോപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ബലറാമൻ എന്നോട് വല്ല ശത്രുവിനെ പോലെയാണ്. ഒരിക്കലും സൗഹാർദ്ദപരമായ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ശ്രീകണ്ഠൻ എന്നെ പിന്നെ തോൽപ്പിച്ചു, എന്നിട്ടും ശ്രീകണ്ഠൻ പിന്നെ ഇടയ്ക്ക് വിളിക്കുകയും വീട്ടിലേക്ക് വിളിക്കുകയും ക്ഷമാന്വേഷണം നടത്തുകയും ചെയ്യുന്നുള്ളത് വളരെ മാന്യമാണ്. പക്ഷേ ശ്രീകണ്ഠൻ അല്പത്തരം കാണിച്ചു. വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പം ഷൊർണൂർ സ്റ്റേഷൻ അനുവദിച്ച ശ്രീകണ്ഠന് അനുമോദനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനുവദിച്ച പോലെയാണ്. ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ മുഴുവൻ പുള്ളിയുടെ ഫോട്ടോയും കൊണ്ട് ഒട്ടിച്ചു. എന്നിട്ട് പുള്ളി അറിയാം ആരോ ചെയ്തതാണ്. കോൺഗ്രസ്സുകാർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോസ്റ്റർ അടിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ അടിച്ച് അവർ ഒട്ടിക്കുമോ? ഫണ്ട് ഇങ്ങോട്ട് വരാതെ ചെയ്യത്തില്ല. ഈ ഫണ്ട് ആര് കൊടുക്കും? ഇവൻ്റെ മുഖം വെക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി തന്നെ കൊടുക്കണം. പുള്ളി പൈസ കൊടുത്ത് പുള്ളിയുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. എന്തായാലും അത് വൃത്തിയാക്കി കൊടുക്കേണ്ടി വന്നു. വന്ദേ ഭാരത് അല്ല, കേസ് കൂടെ വേറെ വരും. അപ്പോൾ ഇത് പുതിയ ട്രെയിൻ വന്നപ്പോൾ പോസ്റ്റർ അടിച്ച് വികൃതമാക്കിയത് അല്പത്തരമായിരുന്നു. 8 കാലി മുന്നിൻ്റെ പണി കാണിച്ചു. അത് അദ്ദേഹത്തിന് നെഗറ്റീവാണ്. 2 CPMൻ്റെ മിഷണറി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വിജയരാഘവന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള വിഭാഗീയത എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ഇപ്പോൾ ചെർപ്പളശ്ശേരി മേഖലയിലാവട്ടെ, കോങ്ങാട്, പിന്നെ മറ്റു മണ്ണാർക്കാടാവട്ടെ, തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളാവട്ടെ, എല്ലായിടത്തും നല്ല രീതിയിലുള്ളൊരു പിന്നെ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. പട്ടാമ്പിയിലൊക്കെ നല്ല വർക്ക് നടന്നിട്ടുണ്ട്. മണ്ണാർക്കാടും പട്ടാമ്പിയും കിട്ടുന്നൊരു മെജോറിറ്റി കൊണ്ടാണ് കഴിഞ്ഞ തവണ അവർ വിജയിച്ചത് UDF. ഇത്തവണ മണ്ണാർക്കാടൊക്കെ ആ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ UDFന്. ആ ഭൂരിപക്ഷം ഗണ്യമായിട്ട് ഇടിക്കാവുന്ന രീതി. കാരണം പ്രത്യേകിച്ചും പഴയ ഷൊർണൂർ MLA ഇപ്പോൾ KTDC ചെയർമാനായിട്ടുള്ള PK ശശിയാണ് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം. അദ്ദേഹമായിരുന്നു മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ചുമതല. വളരെ സുശക്തമായിട്ടുള്ള പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് അവിടെ നടന്നിട്ടുണ്ട് ലോക്സഭാ മണ്ഡലത്തിലാകെ. AV ഗോപിനാഥ് കോൺഗ്രസിൻ്റെ പഴയ DCC അധ്യക്ഷനാണ്. അദ്ദേഹം പെരിങ്ങോട്ട് കുറിച്ച് അവിടുത്തെ പിന്നെ നന്നായി വോട്ട് ആ പഞ്ചായത്തിനെ മുഴുവൻ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരാളാണ്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണൻ്റെ കൂടെ ഇറങ്ങിയത് ഇവിടെ ആലത്തൂരിലും പാലക്കാടും ഇമ്പാക്റ്റ് ഉണ്ടാക്കും കുറച്ച് ആളുകളുടെയൊക്കെ പിന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ. കാരണം ഈ ഒരു വിഷയമുണ്ട്. 2 ഇപ്പം
പാലക്കാട് മണ്ഡലം എടുത്ത് നോക്കുമ്പം ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ UDFകാർക്ക് ഷാഫി പറമ്പലിനെ അങ്ങോട്ട് വിട്ടതിലുള്ള പ്രതിഷേധമുണ്ട്. അവരെ MLA ആയിരുന്നു, അടുത്ത പ്രാവശ്യം മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിപ്പോൾ അൻവർ സാദത്തിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളി പിന്നെ BD സതീശൻ കളിച്ചത്. ഇതെല്ലാം കൂടി ഉണ്ട്. ഇതെല്ലാം കൂട്ടി കഴിച്ച് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. കാരണം അവിടുത്തെ പ്രവർത്തകർ ഷാഫിയുടെ അനുയായി വൃന്ദം മുഴുവൻ വടകരയിലാണ് പോയി പണിയെടുത്തത്. ഇവിടെ വീട് കയറിയവരേക്ക് സ്ലിപ്പ് കൊടുത്തിട്ടില്ല. വോട്ട് ചെയ്യാതിരുന്നത് പല ബൂത്തുകളിലും കോൺഗ്രസിൻ്റെ ഉറച്ച വോട്ടുകൾ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്, ചെറുപ്പളശ്ശേരി മേഖലയിലൊക്കെ. അതുകൊണ്ട് വിജയരാഘവൻ പിന്നെ വിജയിച്ചു പോരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട് സി കൃഷ്ണകുമാർ 3 ലക്ഷം വോട്ട് പിടിക്കും. മൂന്നാം സ്ഥാനത്തേക്ക് പോകും. 2ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. 2ാം സ്ഥാനത്ത് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ ആലപ്പുഴ പറഞ്ഞതുപോലെ, ആറ്റിങ്ങൽ പറഞ്ഞതുപോലെ 2ാം സ്ഥാനത്തേക്കും വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ, അല്ലെങ്കിൽ കൃഷ്ണകുമാർ അവിടെ ഫോക്കസ് ചെയ്ത് നിന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്നെ 1ാം സ്ഥാനത്തേക്കും എത്താൻ പറ്റുന്നൊരു പ്രതലം ഒരുക്കി കൊടുക്കുന്ന അങ്ങനെ പറ്റുന്ന പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്ന ആ മണ്ണ് ഉഴുതു മറിച്ചിടാൻ കൃഷ്ണകുമാറിന് ഇത്തവണ പറ്റും. വിജയരാഘവനാണ് ഞാനൊരു സാധ്യത കാണുന്നത്. അതായത് അടുത്ത മണ്ഡലം പൊന്നാനിയാണ്. പൊന്നാനി BJPക്ക് ഒരു സാധ്യതയുമില്ലാത്തൊരു മണ്ഡലമാണ്. അതേസമയം മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് എത്തുന്ന സമദാനിയും ലീഗ് വിമതൻ KS ഹംസയും തമ്മിലാണ് മത്സരം. CPMന് വലിയ പാളിച്ച പറ്റിപ്പോയി. പൊന്നാനി സീറ്റ് 2004 വരെ CPI മത്സരിച്ചിരുന്ന സീറ്റാണ്. 2009 ഈ കാരണഭൂതന് മദനിയെയും ഒക്കെ കൂട്ടിയിട്ട് പിന്നെ ആരുടെ ബുദ്ധിയാണെന്നറിയില്ല കാന്തപുരം മുസ്ലിയാരുടെ പിന്നെ നോമിനിയായിട്ടുള്ള ഹുസൈൻ രണ്ടത്താണിയെ കൊണ്ട് നിർത്തി CPIയുടെ സീറ്റ് പിടിച്ചെടുത്തിട്ട്. അന്ന് വെളിയമ്പാർഗവും പറഞ്ഞു രണ്ടത്താണിയും മൂന്നത്താണിയും ഒന്നല്ല ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഗതി കിട്ടും പിന്നെ വയനാട് സീറ്റുമായിട്ട് വെച്ച് മാറേണ്ടി വന്നു. മാത്രമല്ല അന്ന് വേദി പങ്കിട്ടു, മദനിയുമായിട്ട് വേദി പങ്കിട്ട് ആ പരീക്ഷണം പാളിപ്പോയി. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന വർഗീയവാദിയുമായിട്ട് വേദി പങ്കിട്ട ആളാണ് പിണറായി വിജയൻ 2009. അതിന് പിന്നെ ET മുഹമ്മദ് ബഷീറായിരുന്നു അവിടെ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. പൊന്നാനി മണ്ഡലത്തിൽ തൻ്റെ നില പരുങ്ങലിലാണെന്നും സുരക്ഷിതമായ മണ്ഡലമല്ല എന്നുള്ള തിരിച്ചറിവിലാണ് ET മുഹമ്മദ് ബഷീർ പുതിയ താവളം മേച്ചിൽപ്പുറം തേടിയിട്ട് മലപ്പുറത്തോട്ട് പോകുന്നത്. മലപ്പുറത്ത് ജയിച്ച സമദാനിയെ ഇപ്പുറത്തോട്ട് പിടിച്ചിടുന്നത്. സമദാനി തോറ്റാലും ജയിച്ചാലും പുള്ളിക്കൊന്നുമില്ല. പുള്ളിക്ക് ചാവുന്നിടം വരെ MPയോ മന്ത്രിയോ ഒക്കെ ആയിട്ടിരിക്കണം എന്നുള്ളൂ. പുള്ളിക്കും കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനൊരു പിന്നെ സംഭവം പ്രിവിലേജ് ഉള്ളത് മുസ്ലിം ലീഗിനകത്ത്. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പരീക്ഷിക്കുകയൊക്കെ ചെയ്യും, പുതിയ ആൾക്കാരെ കൊണ്ടുവരും. പിന്നെ MK മുനീറിനെ തൊടാത്തത് CH മുഹമ്മദ് മകനായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം മലപ്പുറത്ത് പിന്നെ ഇടതു മുന്നണിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലുള്ള KNA ഖാദറിനെ അദ്ദേഹം 3 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് പിന്നെ വള്ളിക്കുന്ന് പിന്നെ വേങ്ങര കൊണ്ടോട്ടി എന്നൊക്കെ മത്സരിച്ച് പല ടീമുകളിലായിട്ട് MLA ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഗുരുവായൂർ മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെ സ്വതന്ത്രനായി നിർത്തി ഒരു പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയിച്ചു പോകുമായിരുന്നു. കാരണം ഈ മണ്ഡലത്തിനകത്തുള്ളതിലെ താനൂര് മന്ത്രി അബ്ദുറഹിമാനാണ് LDF, തവനൂർ KT ജലീല LDF, പൊന്നാനി നന്ദകുമാറാണ് CPMൻ്റെ കോട്ട, തൃത്താല കഴിഞ്ഞതോടെ പിടിച്ചെടുത്തത് MP രാജേഷ്. ഇപ്പോൾ 2 മന്ത്രിമാരവിടെ നിന്നുണ്ട്, ഒരു മുൻ മന്ത്രിയുണ്ട്. 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലത്തെ LDFാണ്. മാത്രമല്ല 2014 V അബ്ദുറഹിമാനോട് മത്സരിച്ചപ്പോൾ കേവലം 25,000 വോട്ടിന് അപരാജയപ്പെട്ട്. കഴിഞ്ഞ തവണ പിന്നെ അൻവറായിരുന്നു സ്ഥാനാർത്ഥി. അൻവറിനോടുള്ള ഒരു മൊത്തത്തിലുള്ള എതിർപ്പ് മറ്റുള്ളവർക്കൊക്കെ കേരളീയ സമൂഹത്തിനുള്ളതിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ രാഹുൽ തരംഗമൊക്കെ വന്നപ്പോൾ നല്ല ഭൂരിപക്ഷത്തിന് ET മുഹമ്മദ് ബഷീർ ജയിച്ചു. ഇത്തവണ ET മുഹമ്മദ് ബഷീറിൻ്റെ നോക്കുന്നു പേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ പറ്റിയൊരു സ്ഥാനാർത്ഥി അവർ നിർത്തിയില്ല, അല്ലെങ്കിൽ ജലീലിനെ നിർത്തിയാൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ BJP പക്ഷേ BJP ലോക്സഭയിലേക്ക് കുറച്ചുകൂടെ വോട്ട് പിടിക്കും. കാരണം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കും. നിവേദിത സുബ്രഹ്മണ്യനാണ്, വനിതാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. പിന്നെ ആ രീതിയിൽ അവർ കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കും. കാരണം അവരുടെ കുറേ പോക്കറ്റുകളുണ്ട്. പൊന്നാനിയിലും താനൂരും ഒക്കെ തന്നെ അവരുടെ കുറേ പോക്കറ്റുകളുണ്ട്. മറ്റൊന്ന് തൃത്താലയിൽ അവർക്ക് വോട്ടുള്ളതാണ്. നിയമസഭയിൽ അവർക്ക് വോട്ട് തീരെ പിടിച്ചില്ല ശങ്കുട്ടി ദാസ്. അതിൻ്റെ കാരണം ഈ VT ബലറാമിന് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനമുള്ളതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഈ മത ഇസ്ലാമി സുഡാപ്പികളും ഒക്കെ ആയിട്ട് ഈ ബന്ധം പിന്നെ കേരളത്തിലെ സംഘപരിവാറിനെ ഫേസ്ബുക്കിൽ ഇരുന്ന് പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ആളാണ്. പുറത്തിറങ്ങിയിട്ടല്ല, വെയിലുകൊണ്ട് പ്രതിരോധിക്കലൊന്നും അല്ലാതെ ഇല്ല. ഷാഫിയൊക്കെ വെയിൽ കൊണ്ട് പണിയെടുക്കുന്നവനാ എന്തൊക്കെ പറഞ്ഞാലും. ആ സാധനത്തിനൊന്നും BT ബലറാമിനെ കിട്ടത്തില്ല. ബ്യൂട്ടി പാർലർ എന്നങ്ങനെ ബ്യൂട്ടി പാർലർ പൊളിറ്റിക്സ് ആയിട്ട് നടക്കുന്ന ആളാണ്. വെയിൽ കൊണ്ട് പണിയെടുത്തിട്ടൊന്നുമില്ല. പിന്നെ വലിയ ബുദ്ധിജീവിയാണ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദ മാഷ്കൊക്കെ പറ്റിയ ആളാണ്. ശരി, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റിയ യോഗ്യത. കാരണം വലിയ കാര്യങ്ങളെ പറയത്തുള്ളൂ, മനുഷ്യൻ നയിക്കാത്ത ഭാഷയിൽ വലിയ താത്വികാചാര്യനായിട്ടിരിക്കുന്ന. അപ്പോൾ ഈ ബലറാമിനോടുള്ള വിരോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജേഷ് ആവട്ടെ സെക്കുലറാണ്. മതേതരമായി വിവാഹം കഴിച്ചു, പ്രണയിച്ച് വിവാഹം കഴിച്ചു. മുസ്ലിമായിട്ടുള്ള റഷീദ് കണിച്ചേരിയുടെ മകൾ നിന്ദിത കണിച്ചേരി വിവാഹം കഴിച്ചു. രണ്ടുപേരും മതം മാറാതെ മാന്യമായിട്ട് ജീവിക്കുന്നു. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ, മുസ്ലിം തീവ്രവാദ സംഘടനകളോടുള്ള ആഭിമുഖ്യം ഒക്കെ കണക്കിലെടുത്ത് ശങ്കുട്ടി ദാസ് അറിയപ്പെടുന്നൊരു BJP നേതാവാണ്. എന്നിട്ട് പോലും ശങ്കുട്ടി ദാസിന് ചെയ്യാതെ ആ വോട്ട് BJPക്കാർ നേരെ രാജേഷിന് ചെയ്തു. കാരണം ഇവൻ തോറ്റ് കാണണം, ബലറാം തോറ്റ് കാണണം. ഞാൻ പറഞ്ഞില്ല, മറ്റു പലയിടത്ത് കാരണബോധനോടുള്ള വിരോധം കൊണ്ട് വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുക്കുന്നു പറഞ്ഞ പോലെ ഇവിടെ ബലറാമിനെ തോൽപ്പിക്കുക എന്നുള്ള ടാർഗറ്റായിരുന്നു. ആ ടാർഗറ്റിൽ അവർ
പിന്നെ വോട്ട് മറിച്ച് കൊടുത്താൽ. പക്ഷേ ലോക്സഭയിലേക്ക് അങ്ങനെ ചെയ്യില്ല, അതൊരു BJP തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം കെ എസ് സംസ്ഥയുടെ നോമിനിയാണ്. നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇടതുമുന്നണിക്ക് ആ സീറ്റ് പിടിച്ചിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ സമദാനിയിൽ പിന്നെ വേണ്ട വിഷയങ്ങളൊന്നും അവരോട് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം മാധവിക്കുട്ടി വിഷയമൊക്കെ അവിടെ കത്തിക്കായിരുന്നു, ഒന്നും ചെയ്തില്ല. അതിനൊന്നും പറ്റിയ രീതിയിലേക്ക് ഒരു പോയില്ല. ഒരു മൃദു അപ്പുറത്തും ഇപ്പുറത്തും അല്ലാത്ത ട്രിപ്പീസ് കളിയാണ് ഇടതുമുന്നണി കളിച്ചത്. അതുകൊണ്ട് പിന്നെ സമദാനി തന്നെ ജയിച്ചു പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല, ജയിച്ചു പോകും. അടുത്ത മണ്ഡലം മലപ്പുറമാണ്. അവിടെ മത്സരിക്കുന്നത് ET മുഹമ്മദ് ബഷീർ. മലപ്പുറത്തെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. പഴയ മഞ്ചേരി മണ്ഡലമാകുമ്പോൾ തന്നെ ആകെ 2004 പിന്നെ ഇടതു തരംഗത്തിൽ 18 സീറ്റ് കിട്ടിയ കൂട്ടത്തിൽ TKMC അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. അതിൽ 2 എലമെൻ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, അവിടെ സുരക്ഷിതമല്ല എന്നുള്ള ധാരണയിലാണ് അവിടെ നിന്ന് അഹമ്മദ് അന്ന് പൊന്നാനിലോട്ട് പോകുന്നത്. ഇപ്പം പിന്നെ ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തോട്ട് ഓടിയ പോലെ തന്നെ അഹമ്മദിന് പേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. ഈ പോകുമ്പം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് KP മജീദാണ്. നല്ലൊരു മനുഷ്യനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ PM സലാം ഇരിക്കുന്ന സ്ഥാനത്ത് PM സലാമിനെ പോലെയൊന്നുമുള്ള കണവണയല്ല, വളരെ ക്വാളിറ്റിയുള്ള നിലപാടുള്ളൊരു മനുഷ്യനാണ്. സാധാരണക്കാർക്ക് ആക്സസ് ഉള്ള നേതാവാണ്. പക്ഷേ KP മജീദിനെ മങ്കടയിൽ പിന്നെ പണ്ട് നിയമസഭയിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്തിയതും മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തിയപ്പോൾ പരാജയപ്പെടുത്തിയതും ഇടതു മുന്നണി വ്യാപകമായ പ്രചാരണം നടത്തി. അദ്ദേഹം മുജാഹിദാണ്. മുജാഹിദിനെ സുന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കത്തില്ല. വർഗീയമായ പ്രചാരണം നടത്തിയിട്ടാണ് KP മജീദിനെ പരാജയപ്പെടുത്തിയിട്ട് TKMC വിജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് 2009 ആയപ്പോഴത്തേക്ക് മലപ്പുറം മണ്ഡലമാവുന്നു. മലപ്പുറം മണ്ഡലമാവുമ്പോൾ കേരളത്തിൻ്റെ 20 മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാ 20 മണ്ഡലങ്ങളിലും 7 നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചിട്ടാണുള്ളത്. 20 × 7 = 140 എന്നുള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും ഒരു പാർട്ടിയുടെ മാത്രം MLA-മാരുള്ള ഏക മണ്ഡലമാണ് കേരളത്തിൽ ആകെയുള്ള. ബാക്കി 19 മണ്ഡലങ്ങളിലും ഒരു മുന്നണിയുടേതുണ്ട്. ഒരു മുന്നണിക്ക് തന്നെ 7 മണ്ഡലങ്ങളുള്ളതുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പിന്നെ UDF-ൻ്റെതാണെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ LDF-ൻ്റെ ആണെങ്കിൽ CPI-യുടെ സീറ്റ് ഉണ്ടാവും, CPM-ൻ്റെ സീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയുടെ സീറ്റ് ഉണ്ടാവും, RSPയുടെ സീറ്റ് അല്ല പിന്നെ RSPയുടെ RSPയുടെ ഉപവിഭാഗം, പിന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റ് ഉണ്ടാവും, NCPയുടെ സീറ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. ഇത് 7 മണ്ഡലങ്ങളും മൊത്തം ലീഗിൻ്റെ MLA-മാരാണ്, ലീഗിൻ്റെ കോട്ടയാണ്. പിന്നെ എല്ലാ കാലത്തും കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനുമെതിരെ ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് ഇവർ നിർത്താറുള്ളത്. അതാകെ തെറ്റിച്ചത് VS അച്യുതാനന്ദൻ്റെ ശക്തമായ ഇടപെടൽ കാരണം ലീഗിൽ വിമതനായി നിൽക്കുമ്പോൾ KT ജലീലിനെ 2006 കുറ്റപ്പെടുത്തിട്ടതാണ്. പിന്നീട് അവരുടെ ഭൂരിപക്ഷത്തിന് ഇടിവ് വരുത്താതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കൂടി ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലെങ്കിലും ഇപ്പോഴും പിണറായി വിജയനായാലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും സേഫ് ആയിരിക്കണം. അതൊരു കൊടുക്കൽ വാങ്ങലോ ബാട്ടർ സമ്പ്രദായം. തിരിച്ചും അങ്ങനെയാണ്. കുഞ്ഞാലിക്കുട്ടിയോ ET മുഹമ്മദ് ബഷീറൊന്നും, ET മുഹമ്മദ് ബഷീർ പിന്നെ അത്യാവശ്യം തീവ്രവാദ സംഘടനകളുടെയൊക്കെ പിന്നെ അനൗദ്യോഗിക രക്ഷാധികാരിയാണ് കേട്ടോ. അങ്ങനെ സാധനമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സെക്കുലറാണ്. ET മുഹമ്മദ് ബഷീർ വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിയായിരിക്കുമ്പോൾ വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവിടാതെ സ്വന്തം കൈവച്ചു. അത് കഴിഞ്ഞിട്ട് പെൺപിള്ളയെ പിടിച്ചാക്കി. അധികാരമൂഖിയാണ് അത് തുടർച്ചയായിട്ട്. പിന്നീട് ഡൽഹിയിൽ പോയിട്ട് വലിയ സംഭവമൊന്നുമില്ല. പുള്ളിക്ക് ഈ പോപ്പുലർ ഫണ്ടുമായിട്ട് ഇവരുമായിട്ടൊക്കെ രഹസ്യബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ വല്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ എല്ലാം വോട്ട് SDPI ഒക്കെ വഴി SDPI ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും SDPIക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് മലപ്പുറം. ആ SDPIയുടെ വോട്ടുകൾ ET മുഹമ്മദ് ബഷീറിൻ്റെ പെട്ടിയിൽ വീഴും. പിന്നെ CPM നിർത്തിയിട്ടുള്ളത് ആർക്കും ജനകീയരല്ലാത്ത BP സാനുവിനെ നിർത്തി, MB ഫൈസലിനെ നിർത്തി. അവിടെ മലപ്പുറത്ത് BP സാനിനെ 2 വട്ടം നിർത്തി, MB ഫൈസലിനെ 1 പ്രാവശ്യം നിർത്തി. അതൊന്നും വോട്ട് പിടിക്കാൻ പറ്റുന്നവരല്ല. വോട്ട് പിടിക്കാൻ പറ്റുന്ന ശക്തരായ കേഡർമാരെ അവിടെ കൊണ്ട് നിർത്തുന്ന ഒരു നല്ല രാഷ്ട്രീയ മത്സരം ഉണ്ടാക്കുന്നതിന് പകരം കോഴിക്കോട് കിടക്കുന്ന വസീഫിനെ പിടിച്ചിട്ട് DYFയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുള്ള വസീഫ. അന്ന് പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ. ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ബന്ധം കൊണ്ടല്ല. അന്ന് SFIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുബഷീറിൻ്റെ കൂടെ അന്ന് ഇവൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയോ മറ്റുമാണ്, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനോ. അപ്പോൾ മുബഷീറാണ് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. രാജേട്ടാ ഇത് പിന്നെ വസീഫ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാണെന്നൊക്കെ പറഞ്ഞു. നല്ല ചെറുപ്പക്കാരനൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ അവനെ വിളിക്കാത്തൊരു കല്യാണമാണെങ്കിലും പിന്നെ വരാനുള്ളൊരു മനസ്സുണ്ടായത്. ഇത് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയപ്പോലെ അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. അതിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. വസീഫൊക്കെ നല്ല ചെറുപ്പക്കാരനാണ്, കഴിവുള്ളതാണൊക്കെയാണ്. പക്ഷേ വസീഫിനെ നിർത്താൻ പറ്റുന്ന മണ്ഡലം എന്നാൽ കോഴിക്കോട് നിർത്തണമായിരുന്നു. ഈ കരീം കെ കൊണ്ടതിന് പകരം വസീഫിനെ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു. അവിടെ ആ മണ്ഡലത്തിൽ പെട്ടതാണ്. അപ്പോൾ എന്തായിരുന്നാലും ET മുഹമ്മദ് ബഷീറിന് ഭൂരിപക്ഷം എത്രയാണെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഏറ്റവും അവർക്ക് കുറച്ച മണ്ഡലങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എറണാകുളം പോലെ, പിന്നെ ഇടുക്കി പോലെ, കോട്ടയം പോലെ ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വിജയിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര പോലെ. ഈസി വാക്ക് ഓവർ, നോ ഡൗട്ട്. പിന്നെ BJP നിർത്തിയിട്ടുള്ളത് ഡോക്ടർ അബ്ദുൽ സലാമിനെയാണ്. അദ്ദേഹം മുൻ വൈസ് ചാൻസലറായിരുന്നു, നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് മലപ്പുറത്തിൻ്റെ രീതികളുമായിട്ട് ബന്ധമില്ല. മലപ്പുറത്ത് സ്വീകാര്യനാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ രീതി തന്നെ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അവിടത്തെയാണ്, കൊല്ലത്തെയാണ്. ഇവിടുത്തെ തന്നെ വർത്താനം എന്താ വർത്താനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നമുക്കൊരു വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമാവും. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ടേ പറഞ്ഞു ഈ സുരേഷ് ഗോപിക്ക് പറ്റുന്ന കുഴപ്പം കമ്മ്യൂണിക്കേഷനകത്ത് മറ്റേ
അതായി പോകുന്നതിൻ്റെ പ്രശ്നമാണ്. അവിടെ വളരെ അതേസമയം തനിയ പിന്നെ തൃശ്ശൂർക്കാരൻ്റെ രീതിയിലാണ് സുനിൽകുമാറിൻ്റെ ഇടപെടൽ വരുന്നത്. ഞാൻ നേതാവാണെന്നുള്ള മറ്റല്ല, സാധാരണക്കാരനായിട്ട് മുണ്ടും മടക്കി കുത്തി നടക്കും, അല്ലാതെ മുണ്ടിൻ്റെ അറ്റ അഴിച്ചിട്ട് നടക്കില്ല. ഇവർ പിന്നെ പുഴയെ കൂടെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിലും നേതാക്കന്മാരെ വിചാരം മുണ്ട് മടക്കുത്താൻ പാടില്ലെന്നാണ്. കാരണം അതിങ്ങനെ അടിച്ചിട്ടല്ലേ ഞാൻ നേതാവത്തുള്ളൂ, ഇങ്ങനെ നടന്നാലേ നേതാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അബ്ദുൽ സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ സലാം സാഹിബിനോട് എനിക്ക് നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പക്ഷേ അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ള മണ്ഡലമല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടാൻ പിന്നെ പ്രത്യേകിച്ചും BJP-യുടെ ഭയങ്കര വിരോധമുള്ള സ്ഥലമാണ്. പക്ഷേ ആ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്, കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ. പിന്നെ അദ്ദേഹത്തിന് പൈസ കുറേ പ്രാദേശിക BJP നേതാക്കന്മാർ അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന EM ശ്രീപ്രകാശ് ഉൾപ്പെടെയുള്ളവർ പുട്ടടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. അദ്ദേഹത്തെ കൂടെ പൈസ ഇറക്കിപ്പിച്ചു. അത് ഫലത്തിൽ താഴെ തട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, ബൂത്തുകളിൽ കൊടുത്തിട്ടില്ല. അല്ല ഇവർ കുറച്ച് ഇടയ്ക്കുന്ന കുറച്ചെണ്ണം അങ്ങ് അടിച്ചു മാറ്റി എന്നാൽ ചെയ്തിട്ടില്ല. ആ പാവത്തിനെ അവിടെ കൊണ്ടുപോയി നിർത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ കൊണ്ടുവരേണ്ടതാണ്. നല്ല വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഏബിളാണ്, നല്ല മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം അവിടെ ആദ്യം വന്നപ്പോൾ തന്നെ ഈ പിന്നെ ജാക്കറ്റൊക്കെ ഓവർക്കോട്ടോ എന്തോ അതൊക്കെ ഇട്ടിട്ട് പ്രത്യേകതരം ഡ്രസ് കോഡിലൊക്കെ പോയത്. അത് പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ പറ്റും. അതും ഈ 40 ഡിഗ്രി 39 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സമയത്ത് അതൊക്കെ ഇട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു സമ്മതിദായകനും സ്ഥാനാർത്ഥിക്കും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്, ആ ഇഴുകിച്ചേരൽ അസാധ്യമാക്കി തീർക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ 5 മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഞാൻ സാധ്യത കണ്ടിരുന്നത് സുനിൽകുമാറിനാണ്. സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം. പിന്നെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോകും. പിന്നെ പൂരത്തിൻ്റെ എഫക്റ്റ് ഗുണം ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചാൽ ഇപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുന്നുള്ളതാണ്. ഒരു സീറ്റ് എന്തായാലും ഒരു സീറ്റ് മാത്രം പറയുന്ന സർവേയിലും സുരേഷ് ഗോപി പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആദ്യം പോയിട്ട് ക്ലിഫ് ഹൗസിൽ പോയിട്ട് ക്ലിഫ് ഹൗസിലെ ഏറ്റവും വലിയ മൂത്ത മരപ്പട്ടിയോട് നന്ദി പറയണം. പിന്നെ സുരേഷ് ഗോപി മേലെ മച്ചിപ്പുറത്തുള്ളതല്ല, താഴെയുള്ള മരപ്പട്ടിയോട് നന്ദി പറയണം. ഓക്കെ. പിന്നെ ആലത്തൂരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ടൈറ്റ് ഫൈറ്റാണ്. ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ഗുണം കൊണ്ട് രമ്യ ഹരിദാസ് ജയിക്കുകയുള്ളൂ. രമ്യ ഹരിദാസ് ജയിച്ചാൽ അതിൻ്റെയും ക്രെഡിറ്റ് അപ്പുറത്താണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ മരപ്പട്ടിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. മറ്റേ പിന്നെ കെ രാധാകൃഷ്ണൻ വളരെ നല്ലൊരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള അതെ വഴിയൊരുക്കുകയാണ്. അപ്പം പിന്നെ അടുത്തത് പാലക്കാട് എത്തുമ്പം ഞാൻ സാധ്യത കാണുന്നത് വിജയരാഘവനാണ്. അവിടെ പിന്നെ കൃഷ്ണകുമാർ നന്നായി വോട്ട് പിടിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ കൃഷ്ണകുമാർ അവലും ഇറങ്ങിക്കാണ് തോന്നുന്നത്. പിന്നെ സന്ദീപ് വാര്യരെ പോലെ ആളെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊട്ടെ, നിയമസഭ വേറെ വിഷയം. പൊന്നാനിയിൽ മഞ്ചേരി മലപ്പുറവും പിന്നെ മുസ്ലിം ലീഗ് നിലനിർത്തും. അതായത് ഈ 5 സീറ്റിൽ ഒരു സീറ്റ് BJP-ക്കോ ഇടതുമുന്നണിക്കോ എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പാലക്കാട് CPM പിടിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ചെറിയൊരു മാർജിനിൽ ജയിക്കുമെന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. ചേലക്കരയും കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. മലപ്പുറം പൊന്നാനി പറയാനേ ഇല്ല, അത് അവരുടെ ഉറച്ച സീറ്റാണ്. ഇത്രയാണ് ഈ മണ്ഡലങ്ങളെക്കുറിച്ച് പൊതുചിത്രം. അതാണ് കേരളത്തിൽ തൃശ്ശൂർ മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളുടെ ഏറ്റവും ഒടുവിലത്തെ സമഗ്രമായ വിലയിരുത്തൽ. എന്തായാലും ബാക്കിയുള്ള 5 മണ്ഡലങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.